കുറേ ദിവസത്തിന് ശേഷം ഇന്ന് വീട്ടിലോട്ടൊന്ന് പോയി. വീട്ടിൽ ചെന്ന പാടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം പിന്നെ പുറകിലോട്ട് പോയി. പുറകിലോട്ട് ചെന്നത് എന്തിനാണെന്നറിയോ? ഈ വിരുതെത്തിയെ കാണാൻ. ഈ വിരുതെത്തി കാണുന്ന പോലെ ചെറിയ സൈസൊന്നുമല്ല, നല്ല വലിപ്പമുണ്ട്, നല്ല നീളമുണ്ട്. ആള് ഒരു ജൈൻ ഗൗരാമിയാണ്. സസ്യഫുക്കാണ്. തക്കാളിയും മാങ്ങയും കോവയ്ക്കയും എന്ത് കൊടുത്താലും കഴിച്ചോളും. ഗപ്പിക്കുഞ്ഞുങ്ങളുടെ കൂടാണ് നേരത്തെ കിടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒറ്റയ്ക്കാക്കിയ അത് ഒരു പ്രാവശ്യം ഒന്ന് പ്രസവിക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നെ എയർ ഫ്രയറിൽ വഴുതനങ്ങ വാങ്ങിച്ച് ഫ്രൈ ചെയ്യാൻ, എണ്ണയില്ലാതെ ഫ്രൈ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അതെല്ലാം ബ്രദറ് മുറിച്ചെടുത്ത്. നാത്തൂന് ഇതിന് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ബ്രദറ് തന്നെ മുറിച്ചെടുത്തത്. അങ്ങനെ മസാലയായ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ മിക്സാക്കി എയർ ഫ്രയറിൽ വെച്ച് അത് ഫ്രൈ ആക്കിയെടുത്ത്. സംഭവം നല്ല സൂപ്പറായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ട്, നമ്മൾ എണ്ണ വറക്കുന്നതിനേക്കാൾ നല്ല സൂപ്പറായിട്ട് ക്രിസ്പി ആയിട്ട് ഈ എയർ ഫ്രയറിൽ വറക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അത് നല്ല സൂപ്പറായിരുന്നു. പിന്നെ ബ്രദർ അതിൻ്റെ ഇടയ്ക്ക് പാട്ടുമൊക്കെ വെച്ച് ഡിസ്കോ ലൈറ്റും ഒക്കെ വെച്ച് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബ്രദർ ഉണ്ടാക്കിയായിരുന്നു ആ സാലഡ്. അടിപൊളിയായിരുന്നു. തൈരുമൊക്കെ ചേർത്ത് നല്ല സൂപ്പറായിട്ടുള്ള നല്ല സാലഡായിരുന്നു. പിന്നെ ചോറുമൊക്കെ വിളമ്പി. ഇന്ന് ഒരുപാട് കറികളുണ്ടായിരുന്നു. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും പിന്നെ ഈ വഴുതനങ്ങ ഫ്രൈയും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ വഴുതനങ്ങ ഫ്രൈയും പിന്നെ ഒരു ചമ്മന്തിയായിരുന്നു. പിന്നെ സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തില്ല. എന്തായാലും പ്ലേറ്റ് നിറയെ ഇല്ല, അത്തപ്പൂട്ട പോലെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ പ്രധാനമായിട്ട് ഈ ഉണക്കമീൻ വറുത്തതായിരുന്നു ഫേവറേറ്റായിട്ട് ഉള്ളത്. പിന്നെ സാലഡും അടിപൊളിയായിരുന്നു. അങ്ങനെ ഊണെല്ലാം കഴിച്ചു. നല്ല സൂപ്പർ ഊണായിരുന്നു. കഴിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഉറക്കം വരുന്നു. അങ്ങനെ ഈ ഊഞ്ഞാലിൽ കയറി കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഉറക്കം വരുന്നു. ഇനി ഇരുന്നാൽ ഞാൻ ഉറങ്ങുമെന്ന് പറഞ്ഞ് കുഞ്ഞാറ്റയെ വിളിക്കാൻ വേണ്ടി ഞാൻ പിന്നെ പെട്ടെന്ന് വീട്ടിലോട്ടങ്ങ് പോയിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.